സോളമാൻ നീ വരണ്ട, നീ എല്ലാവരും പറയാം ധൈര്യം ഉണ്ടെങ്കിൽ അവർക്ക് റിപ്ലൈ കൊടുക്കുക. 2 വീഡിയോ ഇട്ട് റിപ്ലൈ കൊടുത്തു, ഒന്ന് സ്റ്റിൽ പെൻഡിങ്. 2 എടാ നീ ഇത് കണ്ടോ, ഇത് 300 ഗ്രാം റൈസ്, 150 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ്, ബ്രൊക്കോളി. ഇത് ബാലൻസ്ഡ് ആയിട്ടാണ്. ഇത് ഞാൻ കഴിക്കാൻ പോകുന്ന ടൈം അറിയാമോ നിനക്ക്? രാത്രി 2 മണി. ഇത് കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ പോകണം. നിന്നെ കൊണ്ട് പറ്റുമോ? പോട്ടെ, ഞാൻ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നിനക്ക് 5 വർഷമായിട്ട് ഞാൻ കഴിക്കണം. ഈ ഒരു മീല്, ഈ സെയിം മീല് നിനക്ക് കഴിക്കാൻ പറ്റുമോ? നിന്നെ ലേബർ റൂമിലെടുക്കും, ഗർഭിണിയായിട്ട് പോലുള്ള വയറ് വന്നിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നിൻ്റെ ശരീരം എൻ്റെ ശരീരം വ്യത്യാസമുണ്ട്. നിൻ്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനം എൻ്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനം രണ്ടും രണ്ടാണ്. കാര്യം നിനക്ക് മെറ്റാബോളിസം എന്നൊരു സാധനം കുറവാണ്, എനിക്ക് കൂടുതലാണ്. എൻ്റെ ശരീരത്തിൽ എന്ത് കഴിച്ചാലും ഒന്നും ഏക്കില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടാ നീ ഇത്ര കാർബോ കഴിച്ചിട്ട് നിനക്ക് നിൻ്റെ ആപ്സ് ഒന്ന് കാണിച്ചു തരാം. ഇത്ര കാർബോ കഴിച്ചിട്ട് ഞാനിത് കഴിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഇത് ഏക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ ആപ്സ് എപ്പോഴും വിസിബിൾ ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇനി എന്തെല്ലാം കഴിച്ചെന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്കുള്ള. നിനക്കത് പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിനക്ക് മെറ്റാബോളിസം കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ പല ആൾക്കാരുടെയും ശരീരം ഡിഫറൻ്റാണ്. നീ പറഞ്ഞ പോലെ കിലോ കണക്കിന് ഇറച്ചി തിന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പട്ടിണിപ്പാവങ്ങൾ ഒരുപാട് പേരുണ്ട്. അവർ രാവിലെ ഉപ്പുമാവ വേറെ എന്തെങ്കിലും ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്. അവർക്ക് അതേ നിവർത്തി ഉണ്ടാകത്തുള്ളൂ. കിലോ കണക്കിന് ഇറച്ചി എല്ലാ ദിവസവും മേടിച്ച് തിന്നണ നിവർത്തി ഉണ്ടാകത്തില്ല. അവരതുകൊണ്ടാണ് ജീവിക്കണത്. എന്നാലും നിന്നേക്കാൾ ആയുധോരേഖ്യത്തിൽ അവർ ജീവിക്കും, അത് ഉറപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിനക്ക് ബാലൻസ്ഡ് ആയിട്ട് എന്താണെന്ന് അറിയാൻ പോലെ. കാര്യം നീ പറഞ്ഞ സാധനം ഒരു 3-4 വർഷം കഴിയട്ടെ, നിൻ്റെ കൊടിനൂലിറങ്ങും. കൊടിനൂലെന്ന് പറഞ്ഞാൽ നിനക്ക് മൂലക്കുരു ഉണ്ടാവും. അത് നിനക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അത് നിനക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് നിനക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നീ പറഞ്ഞ ഡോക്ടർ അവർ പോയിട്ടൊന്നുമില്ല. കാര്യം 1000 കുടത്തിൻ്റെ വാമൂടി കെട്ടാം, ഒരു മനുഷ്യൻ്റെ വാമൂടി കെട്ടാൻ പറ്റും. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അവരുടെ കമൻ്റ് എൻ്റെ ഇതിൽ കിടപ്പുണ്ട്. പിന്നെ വേറൊരു പയ്യൻ കൂടെ നിനക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അവൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഗ്ലൂക്കോസ് മനുഷ്യൻ ആപത്തിൽ കിടക്കുമ്പോൾ ഗ്ലൂക്കോസാണ് കയറ്റുന്നത്. ആ ഗ്ലൂക്കോസിന് പകരം ബീഫ് അടിച്ചിട്ട് ഇതിലൂടെ കയറ്റാൻ പറ്റുമോ എന്നവൻ ചോദിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസിന് പകരം അതിനൊക്കെ റിപ്ലൈ കൊടുക്കുക. നീ അല്ലാണ്ട് പിള്ളേർ ഈ സമയത്ത് നിനക്കറിയാൻ പാടാത്തതുകൊണ്ടാണ്. ഗൂഗിള് തപ്പി സ്കെച്ച് ഇടുന്ന കാലമാണ്. ഗൂഗിള് തപ്പിയ സകല സാധനവും കിട്ടും. എൻ്റെ കാര്യമൊന്നുമില്ല. നീ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഗൂഗിള് തപ്പിയാണെന്ന് സകല ആൾക്കാർക്കും അറിയാം. പക്ഷെ നീ വാദിക്കാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമില്ലേ, അത് നിനക്ക് ഭാവിയിൽ ഇതിന് പ്രശ്നം ഉണ്ടാകും. കാര്യം ഞാനിപ്പോൾ നിന്നെ കാണിച്ചു തരണേ. ഇത് കഴിച്ചിട്ട് നീ ഒന്ന് കഴിച്ച് കാണിച്ചിട്ട് നിൻ്റെ ആപ്സ് ഒന്ന് കാണിച്ചാൽ നമുക്കൊന്ന് കാണണം. ചങ്കൂറ്റുണ്ടെങ്കിൽ നീ കാണിക്കും. ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ ചങ്കൂറ്റം കാണിക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ മൊബൈലിൽ തള്ളരുത്. ഞാൻ കാണിച്ചു തരാം എൻ്റെ ആപ്സ് കഴിച്ചിട്ട് നാളെ രാവിലെ. ഇത് കാണണം.